ഹലോ ഗൈസ്, ഇന്ന് സേവ് ദ ഡേറ്റിന് പോയ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ 5:30 ഞാനും അഞ്ചേച്ചി ഗീഗോച്ചേട്ടനും കൂടെ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഒന്ന് ചെയ്യാനായിട്ട്. എൻ്റെ കസിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു. ട്രിപ്പോർട്ടർ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലുള്ള പാർലറിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് റെഡി ആവുക ചെയ്തത്. ഹെയറിന് കുറച്ച് നീട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഞ്ചേച്ചി എനിക്ക് എൻ്റെ വാച്ച് ഇട്ട് തരുവാണ് കേട്ടോ. ഇതെനിക്ക് ഉണ്ണി ഗിഫ്റ്റ് ചെയ്ത മൈക്കിൾ കോറസിൻ്റെ വാച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ആ ചേച്ചി എൻ്റെ ഹെയറൊക്കെ ചെയ്ത് ചെറിയൊരു മേക്കപ്പും കൂടെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി അവിടെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ വെച്ചിലേക്ക് വിട്ടു. ഉണ്ണി എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഉണ്ണിക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നോക്കൂ ഗൈസ്, ആ സ്ട്രീറ്റ് മൊത്തം കപ്പിൾസ് ആയിരുന്നു. മിനിമം ഒരു 16 കപ്പിൾസ് ഇൻക്ലൂഡിങ് ഞങ്ങളുണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ ഒരു ചൈനക്കാരൻ ഞങ്ങളുടെ ക്യാമറമാന് കിട്ടിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഹായ് തന്നിട്ട് പോകാൻ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വീഡിയോ പ്ലസ് ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഓടിയും നടന്നും ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും തള്ളിയും മറിഞ്ഞുമൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ഷൂട്ട് പകുതി കംപ്ലീറ്റ് ചെയ്തു. ഒരുവിധം ഞങ്ങൾ ക്ഷീണിച്ചപ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ക്യാമറമാൻ നിതിൻ ചേട്ടനെയും ഉണ്ണീനെയും വിളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ബാലൻചേട്ട കടയിലേക്കാണ് പോയത്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് അവിടെ പോണത്. അവിടെ ചെന്ന് അവിടുത്തെ ഇടിയപ്പം കഴിക്കാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് അവർ പറഞ്ഞത് മണിപ്പൂട്ടുണ്ട്, അത് കഴിച്ചു നോക്കുന്നത്. ഇടിയപ്പം പോലെ തന്നെ ഷേപ്പ് മാറിയിരിക്കുന്ന മണിപ്പൂട്ടും മുട്ടക്കറിയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിനെ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ. ചേച്ചി ചേട്ടനൊക്കെ രാവിലെ എണീറ്റ് രൂപത്തിൽ തന്നെ വന്നേക്കാണ്, ഒന്നും ചെയ്യാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ ഈ ഡ്രസ്സിലെ ഷൂട്ട് കംപ്ലീറ്റ് ആയപ്പോൾ അടുത്തുള്ള എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം അങ്ങോട്ട് മാറി. അടുത്ത കോസ്റ്റ്യൂം ഇതാണ്. ഇതിൽ എനിക്ക് അധികം വീഡിയോസ് ഇല്ല. എനിക്ക് ഇതിൽ മേക്കപ്പ് ചെയ്ത് തന്ന അഞ്ചേച്ചിയാണ് കേട്ടോ. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത എൻ്റെ കസിൻ ചിഞ്ചേച്ചിയാണ്. ഓർണമെൻറ്റ് സെലക്ട് ചെയ്ത അഞ്ചേച്ചിയാണ്. മേക്കപ്പ് ചെയ്തത് അഞ്ചേച്ചിയാണ്. അങ്ങനെ ഇതിൽ എനിക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഉണ്ണിയുടെ ലുക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.